കണ്ടോ, ഗൾഫിലൊക്കെ കിട്ടുന്ന അതേ കുനഫാനെ നമുക്ക് നമ്മുടേതായ രീതിയിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഞാനിതൊന്ന് ടേസ്റ്റ് നോക്കട്ടെ. നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. ഉണ്ടാക്കിയെടുക്കാൻ എളുപ്പമല്ലേ? അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കൂ. ഹായ്, എല്ലാവർക്കും സലു കിച്ചനിലേക്ക് സ്വാഗതം. ഞാൻ സമീറ. ഇന്ന് ഞാൻ തയ്യാറാക്കാൻ പോകുന്നത് ഒരു അറബിക് സ്വീറ്റായ കുനാഫയാണ്. ശരിക്കും കുനാഫ തയ്യാറാക്കുന്നത് അതിൻ്റെ ബേസ് എന്ന് പറയുന്നത് ഒരു പ്രത്യേക ഡോയാണ്. അപ്പം നമ്മുടെ ഈ ട്രിവാൻഡ്രത്ത് ഈ ഡോ ഞാൻ അങ്ങനെ കണ്ടിട്ടില്ല. റംദാൻ ടൈമിൽ മാത്രമാണ് ഞാൻ ആ ഡോ കണ്ടിട്ടുള്ളത്. പക്ഷെ ഇവിടെ കുട്ടികൾക്കാണെങ്കിൽ വളരെ ഇഷ്ടമുള്ള ഒരു സ്വീറ്റാണ് ഈ കുനഫ. അപ്പം ആ ഡോ ഇല്ലാതെ തന്നെ നമ്മളുടെ കയ്യിലുള്ള ഇൻഗ്രീഡിയൻസ് വെച്ചിട്ടാണ് ഞാൻ ഇന്ന് ഈ കുനഫ തയ്യാറാക്കാൻ പോകുന്നത്. ഇത് അടിപൊളി ടേസ്റ്റ് ആണ് കേട്ടോ. ശരിക്കും നമ്മൾ ആ കുനഫ കഴിക്കുന്ന അതേ ടേസ്റ്റ് തന്നെ നമുക്കിതിൽ കിട്ടും. അപ്പോൾ ഇത് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നമുക്ക് നോക്കാം. ഞാനിവിടെ ഒരു 4 ടേബിൾ സ്പൂൺ ബട്ടർ ഒന്ന് മെൽറ്റ് ചെയ്യിച്ചെടുക്കുകയാണ്. ഏകദേശം ഇത്രയും മതിയാകും. ഇതിനൊന്നും ഒരു പ്രത്യേകിച്ചൊരു കണക്കൊന്നുമില്ല കേട്ടോ. ഞാനിവിടെ 400 ഗ്രാമിൻ്റെ വെർമസല്ലി എടുക്കുന്നുണ്ട്. അതായത് ഇതിപ്പോൾ 200 ഗ്രാമിൻ്റെ പാക്കറ്റാണ്. ഇതുപോലത്തെ ഒരു പാക്കറ്റ് കൂടെ എടുക്കും. അപ്പോൾ ഇതൊരു ബൗളിലേക്ക് ഇട്ടിട്ട് ഈ വെർമസല്ലി ഒന്ന് പൊടിച്ചു കൊടുക്കാം. വെർമസല്ലി എടുക്കുമ്പോൾ നിങ്ങൾ ഇതുപോലത്തെ നൈസായിട്ടുള്ള വെർമസല്ലി തന്നെ എടുക്കണം കേട്ടോ. ശരിക്കും ഞാൻ ബ്രെഡ് കൊണ്ടും കുനഫ ഉണ്ടാക്കാറുണ്ട്. അപ്പോൾ അതിൻ്റെ വീഡിയോ ഞാൻ ഇനി മറ്റൊരു ദിവസം കാണിച്ചു തരാം. ഞാനിവിടെ ബട്ടർ ഗ്യാസിൽ വെച്ചിട്ട് മെൽറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പം ഇനി ഇതിപ്പോൾ ചെറുതായിട്ടൊന്ന് തണുത്തിട്ടുണ്ട്. ഇത് ഈ വെർമസല്ലിയിലേക്ക് ഇട്ടിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ശരിക്കും നമ്മൾ ഈ പുട്ടിനൊക്കെ നനയ്ക്കത്തില്ലേ, അതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. ചെറു ചൂടുണ്ട് കേട്ടോ, ഒരുപാട് തണുത്തതല്ല. എല്ലായിടത്തും നന്നായിട്ട് ഇതൊന്ന് മിക്സ് ആകത്തക്ക രീതിയിൽ നമ്മളിതൊന്ന് ഇളക്കി കൊടുത്താൽ മതി. ഞാൻ ബേക്ക് ചെയ്യേണ്ട ഒരു ട്രേ എടുത്തിട്ടുണ്ട്. ഞാനിവിടെ ഗ്ലാസിൻ്റെ ഒരു ട്രേ ആണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതിലേക്ക് നമ്മൾ ഈ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന പകുതി വെർമസല്ലി ഇട്ടിട്ട് ഒന്ന് ഇങ്ങനെ അമർത്തി കൊടുക്കണം. ഒട്ടും ഗ്യാപ്പില്ലാത്ത രീതിയിൽ ഒന്ന് അമർത്തി കൊടുക്കണം. ഇനി നമ്മൾ ഇതിലേക്ക് ഫില്ലിംഗ് വെച്ച് കൊടുക്കും. ഫില്ലിംഗ് വെച്ചതിന് ശേഷം ഈ ബാക്കിയിരിക്കുന്ന വെർമസല്ലി ഇല്ലേ, അത് അതിന് മുകളിൽ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പം നമുക്കിനി ഇതിൻ്റെ ഫില്ലിങ് തയ്യാറാക്കിയെടുക്കാം. ഞാനൊരു പാൻ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ 2 ടേബിൾ സ്പൂണോളം മൈദയും 1 ടേബിൾ സ്പൂൺ കോൺഫ്ലോറും കൂടി ഇട്ട് കൊടുക്കുകയാണ്. ഇതിലേക്കിനി ഞാൻ 2 ടേബിൾ സ്പൂൺ പഞ്ചസാര കൂടി ഇട്ട് കൊടുക്കുകയാണ്. ഇനി ഞാൻ ഇതിലേക്ക് 1/4 കപ്പ് നല്ല തണുത്ത പാലാണിത്. പാലൊഴിച്ചിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുത്ത ശേഷം ഗ്യാസ് ഓൺ ചെയ്ത് കൊടുക്കും. നമ്മൾ ആദ്യമേ ഇത് ഗ്യാസ് ഓൺ ചെയ്ത് കൊടുത്താൽ ഇത് കട്ട കിട്ടും. അപ്പം ആദ്യം ഇതിലെ ഈ കട്ടയൊക്കെ ഒന്ന് മാറ്റിയ ശേഷം ഗ്യാസ് ഓൺ ചെയ്ത് കൊടുത്താൽ മതി. ഇതിവിടെ നന്നായിട്ട് മിക്സായി വന്നിട്ടുണ്ട്. ഇനി ഞാൻ ഗ്യാസ് ഓൺ ചെയ്ത് കൊടുക്കുകയാണ്. ഇനി നമ്മളിത് ഇളക്കി ഒന്ന് കുറുക്കിയെടുക്കും. പാലൊഴിക്കുമ്പോൾ നല്ല കട്ടിയുള്ള പാലിനെ നമ്മൾ ഒഴിക്കണം കേട്ടോ. ഇതുപോലെ കട്ടിയായി വരും. കട്ടിയായി വരുമ്പം ഇത് ഒരുപാട് കട്ട പിടിക്കത്തൊന്നുമില്ല. നമ്മൾ ഇതുപോലെ ഒരു വിസ്ക് കൊണ്ട് നന്നായിട്ട് ഇളക്കി കൊടുത്താൽ മതി. ഈ കട്ടിയായി വരുന്ന സമയത്ത് ഞാനിവിടെ ക്രീം ചീസ് 100 ഗ്രാം ഇട്ട് കൊടുക്കും. ക്രീം ചീസ് നമ്മൾ ഇതിലേക്ക് ഇട്ട ശേഷം ഇത് ഗ്യാസിൽ ഒരുപാട് നേരം വെക്കരുത് കേട്ടോ. ജസ്റ്റ് ഇതൊന്ന് ഇളക്കിയിട്ട് ഗ്യാസ് ഓഫ് ചെയ്ത് കൊടുത്തേക്കണം. ഇത്രയും മതിയാവും. ഇതെല്ലാം കൂട്ടിയിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്ത് കൊടുക്കാം. ഞാൻ ഗ്യാസ് ഓഫ് ചെയ്ത് കൊടുക്കുകയാണ്. ഇതെല്ലാം കൂട്ടിയിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. കണ്ടോ, ഇതിപ്പോൾ ഇവിടെ ഒരു തിക്ക് ക്രീമായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ക്രീം ഒന്ന് തണുത്തിട്ടാണ് ഞാൻ ഈ കുനഫയുടെ നമ്മൾ ബേസ് ഉണ്ടാക്കി വെച്ചില്ലേ വെർമസല്ലി, അതിന് മുകളിലേക്ക് വെച്ച് കൊടുക്കുന്നത്. നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. കണ്ടോ, ഇപ്പോൾ ഒട്ടും കട്ട ഒന്നും ചെയ്തിട്ടില്ല. ഒരുപാട് തണുക്കാനായിട്ട് നിൽക്കണ്ട കേട്ടോ. ഇതിവിടെ തണുത്തിട്ടുണ്ട്. അപ്പം ഞാൻ ഇനി ഇത് വെർമസല്ലിയുടെ മുകളിലേക്കൊന്ന് സ്പ്രെഡ് ചെയ്യാൻ പോവാണ്. നന്നായിട്ട് ഇളക്കിയിട്ട് വേണം നമുക്ക് ഇതിന് മുകളിലേക്ക് വെച്ച് കൊടുക്കേണ്ടത്.
ഈ സ്പാച്ചിൽ കൊണ്ട് തന്നെ ഇതൊന്ന് ലെവൽ ചെയ്ത് കൊടുക്കാം. ഇനി ഇതിന് മുകളിലേക്ക് നമ്മൾ ഈ ബാക്കി വെച്ചിരിക്കുന്ന വെർമസല്ലി ഇല്ലേ, അത് ഇട്ടിട്ട് ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കണം. ശരിക്കും കുനഫ ഉണ്ടാക്കുന്ന ഡോ വേറെ പ്രത്യേകം വാങ്ങാൻ കിട്ടും. ഇപ്പം നമുക്ക് നാട്ടിൽ അത് അവൈലബിൾ അല്ല. റംസാൻ ടൈമിൽ മാത്രമേ നമുക്കത് ഇവിടെ ട്രിവാൻഡ്രത്തൊക്കെ കിട്ടത്തുള്ളൂ. അപ്പം ആ സമയത്ത് ഞാൻ കാണിച്ചു തരാം അത് വെച്ചിട്ട് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന്. ഇതുപോലെ ഇട്ടിട്ടൊന്ന് വീണ്ടും ലെവൽ ചെയ്ത് കൊടുക്കാം. കൈ കൊണ്ട് ഇതുപോലെ ഒന്ന് അമർത്തി കൊടുത്താൽ മതി കേട്ടോ. ഇനി നമുക്കിത് പ്രീ ഹീറ്റ് ചെയ്ത ഓവനിൽ വെച്ചിട്ട് ബേക്ക് ചെയ്തെടുക്കാം. ഓവൻ ഇവിടെ പ്രീ ഹീറ്റ് ആയിട്ടുണ്ട്. അപ്പം ഞാൻ ഇനി ഇതിനുള്ളിൽ വെച്ചിട്ട് ബേക്ക് ചെയ്യാൻ പോവുകയാണ്. ഞാനിത് 180 ഡിഗ്രി സെൽഷ്യസിൽ ബേക്കിൻ്റെ മോഡിട്ടിട്ട് ഒരു 20 മിനിറ്റ് ബേക്ക് ചെയ്തെടുക്കും. ഇതിപ്പോൾ ഇവിടെ അലാം കേട്ടു, റെഡി ആയിട്ടുണ്ട്. ഇനി ഞാനിത് ഓവൻ ഓപ്പൺ ചെയ്തിട്ട് ഓവനിൽ നിന്ന് പുറത്തെടുക്കാണ്. ഇനി ഞാനിത് പുറത്ത് വെച്ചിട്ട് ഇതിലേക്ക് ഷുഗർ സിറപ്പ് ഉണ്ടാക്കി ഒഴിച്ചു കൊടുക്കും. അപ്പം ഞാൻ ഇനി ഇത് വെളിയിലേക്ക് മാറ്റുവാണ് കേട്ടോ. കാരണം ഓവനിൽ തന്നെ നമ്മൾ ഇനി ഇത് വെച്ചിരുന്നാൽ ഇത് കരിഞ്ഞു പോകും. ഇപ്പോൾ ഇതിപ്പോൾ കറക്റ്റ് കളറാണ് കേട്ടോ. ഇതിവിടെ ഇരുന്ന് ഒന്ന് തണുത്ത ശേഷം മാത്രമേ ഞാൻ ഷുഗർ സിറപ്പ് ഇതിലേക്ക് ഒഴിക്കത്തുള്ളൂ. ഷുഗർ സിറപ്പ് ഉണ്ടാക്കാൻ വേണ്ടി ഞാനിവിടെ ഒരു പാത്രം എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1 കപ്പ് പഞ്ചസാരയും 1.25 കപ്പ് വെള്ളം ഒഴിച്ച് ഇതൊന്ന് ഗ്യാസ് ഓൺ ചെയ്ത് ഇളക്കിയിട്ട് ഇത് സിറപ്പാക്കി എടുക്കും. ഈ സിറപ്പ് ഒന്ന് തിക്കാക്കി എടുക്കും. അതിനുശേഷം ഈ സിറപ്പാണ് നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന കുനാഫയിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. പഞ്ചസാര പാനി ഇതുപോലെ തിളച്ച് വരുമ്പോഴേക്കും ഞാനിവിടെ കേവര വാട്ടർ എടുത്തിട്ടുണ്ട്. അത് ഓപ്ഷണലാണ് കേട്ടോ. അത് ഞാനിവിടെ ഒരു 2-3 ഡ്രോപ്പ് ഒഴിച്ചു കൊടുക്കാം. ഇത്രയും മതിയാവും. കുറച്ചുകൂടി ഇതൊന്ന് തിക്കാവുമ്പോഴേക്കും നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്തിട്ട് നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന കുനാഫയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ ഇവിടെ ഇത് കുറച്ച് തിക്കായി വന്നിട്ടുണ്ട്. ഇത്രയും മതിയാവും. ഞാൻ ഇനി ഗ്യാസ് ഓഫ് ചെയ്ത് കൊടുക്കാണ്. ഞാനിവിടെ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഈ കുനഫയിലേക്ക് ഈ പഞ്ചസാര സിറപ്പ് ചൂടോടുകൂടി തന്നെ ഒഴിച്ചു കൊടുക്കുകയാണ്. ഇങ്ങനെ എല്ലായിടത്തും വരത്തക്ക രീതിയിൽ നമ്മളിതൊന്ന് ഒഴിച്ചു കൊടുക്കണം കേട്ടോ. ഇതിന് മുകളിൽ നമ്മൾ പിസ്ത പൊടിച്ചത് കൊണ്ട് ഗാർണിഷ് ചെയ്യും. അപ്പം അതിന് മുൻപ് ഞാൻ ഇത് ഇനി ഫ്രിഡ്ജിലേക്ക് നന്നായിട്ട് തണുപ്പിക്കാൻ വെക്കുവാണ്. ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചിട്ട് ഉപയോഗിക്കുന്നതാണ് ടേസ്റ്റ് കൂടുതൽ. അപ്പം തണുപ്പിച്ചതിന് ശേഷം ഞാൻ പുറത്തെടുത്തിട്ടാണ് പിസ്ത കൊണ്ട് ഇത് ഗാർണിഷ് ചെയ്യുന്നത്. അപ്പോൾ എളുപ്പമല്ലേ ഇത് ഉണ്ടാക്കിയെടുക്കാൻ. അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കി. നിങ്ങൾക്കിത് ഇഷ്ടമാണെങ്കിൽ ഇതിൻ്റെ ലിങ്ക് ഷെയർ ചെയ്യുവാനും ലൈക്ക് ചെയ്യുവാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ സലു കിച്ചൻ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരുണ്ടെങ്കിൽ ഈസി റെസിപ്പികൾക്കായി സലു കിച്ചൻ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. അപ്പം നമുക്കിനി ഇത് തണുപ്പിച്ചെടുത്തിട്ട് വരാം കേട്ടോ. അപ്പം ഞാൻ ഇത് ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത കുനാഫയാണ്. ഞാൻ ഏകദേശം 1.5 മണിക്കൂറോളം ഇത് ഫ്രിഡ്ജിൽ വെച്ചു. നല്ല തണുത്തിരിക്കുകയാണ് കേട്ടോ. ഇപ്പോൾ ഇത് തണുത്ത് വരുമ്പോഴേക്ക് ശരിക്കും ഇതിൻ്റെ മുകൾ ഭാഗം ഉണ്ടല്ലോ ഇങ്ങനെ സെറ്റായി കിട്ടും. ഇത് നമ്മൾ ഇതിന് മുൻപ് എടുക്കുമ്പോൾ അത്ര സെറ്റായിട്ടുണ്ടാവില്ല. ഇതുപോലെ ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചെടുക്കുമ്പോൾ ഇതെല്ലാം നല്ല സെറ്റായിട്ട് ഇരിക്കും. അപ്പം ഞാനിത് പിസ്ത കൊണ്ടാണ് ഗാർണിഷ് ചെയ്യുന്നത്. പിസ്ത ഞാൻ ഇവിടെ ഇതുപോലെ പൊടിച്ചെടുത്തിട്ടുണ്ട്. നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഇത് ഗാർണിഷ് ചെയ്യാം കേട്ടോ. നമ്മുടെ കുനഫ ഇവിടെ തയ്യാറായിട്ടുണ്ട്. അപ്പം നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കി. നിങ്ങൾക്കിത് ഇഷ്ടമാണെങ്കിൽ ഇതിൻ്റെ ലിങ്ക് ഷെയർ ചെയ്യുവാനും ലൈക്ക് ചെയ്യുവാനും കമൻറ്റ് ചെയ്യാനും മറക്കണ്ട. അതുപോലെ തന്നെ സലു കിച്ചൻ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരുണ്ടെങ്കിൽ ഈസി റെസിപ്പികൾക്കായി സലു കിച്ചൻ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ ഇത് കട്ട് ചെയ്ത് എടുക്കാവുന്നതാണ്.